ജെറമ്യായുടെ പുസ്തകത്തിൽ 30-ാം അധ്യായം 21-ാം വാക്യം എന്താ പറയണമെന്നറിയാവോ? ജെറമ്യ 30:21, ഞാൻ അവനെ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും. ഇത്രേ ഉള്ളൂ. എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും. ഇനി എൻ്റെ സന്നിധി വരണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും വരാൻ പറ്റില്ല. അത് നിങ്ങൾ വായിച്ചേ. എൻ്റെ സന്നിധിയിൽ വരാൻ ഞാൻ അനുവദിക്കും. അപ്പോൾ ദൈവം ഒരു പെർമിഷൻ തരണം. ഞാൻ അനുവദിക്കും, അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ വരും. അല്ലാതെ എൻ്റെ അങ്കണത്തിൽ കാലുകുത്താൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? കർത്താവ് ചോദിക്കുന്നു. അല്ലാതെ എൻ്റെ സന്നിധി കാലുകുത്താൻ നിങ്ങളിൽ ആർക്കാണ് ധൈര്യം ഉണ്ടാവുക? അതുകൊണ്ട് ഇന്നിവിടെ വരാൻ സാധിച്ചവർ ദൈവത്തിന് നന്ദി പറയണം. ഇവിടെ വരുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സ്ഥിതി എന്താ? ഒരുപാട് വിഷമവും കണ്ണുനീരും ഭാരമൊക്കെ ആണെങ്കിൽ ആ കണ്ണുനീരും ഭാരമുള്ളൊരു വരണം തന്നെയാണ് കർത്താവ്. അത് കർത്താവ് അംഗീകരിച്ചിരിക്കുകയാണ്. അതാണ് ജെറമ്യ 31:9. അത് ഇന്ന് പ്രഘോഷിക്കാൻ കർത്താവ് തന്ന വചനമാണ്. ജെറമ്യ 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. അവരുടെ വഴി സുഗമമായിരിക്കും. പെറ്റ്സ്കാൻ നടത്തിയാൽ പോലും ഒന്നും കാണാനില്ല. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മളാണ് തിരഞ്ഞെടുക്കപ്പെടുക, ദൈവം കൊണ്ടുവന്ന ആളുകൾ. ഞാൻ നിനക്ക് അപ്പനാണ് എന്ന് പറയണത്, പിതാവാണ്. ഞാൻ നിനക്ക് പിതാവിനെ പോലെയാണ് എന്നല്ല, ഞാൻ നിനക്ക് പിതാവിനെ പോലെ. അതാണ് 19 തവണ 10 വർഷം കേട്ടിട്ട് എഴുതി തോറ്റ ആ ടീച്ചർ പറഞ്ഞത്. എൻ്റെ പിതാവേ, യേശുവേ, ഞാൻ നിനക്ക് പിതാവാണ്. ഐ ആം യുവർ ഫാദർ. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. ഞാൻ ഇസ്രായേലിന് പിതാവിനെ പോലെ ഉള്ള ഒരു ദൈവമാണ് എന്നല്ല പറഞ്ഞത്. ഞാൻ ഇസ്രായേലിന് പിതാവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ കണ്ണുനീര് ഞാൻ തുടച്ചു മാറ്റും.